ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു എംജെസ് നോളജ് ആപ്പ്. ഞാൻ എന്ന് വന്നിട്ടുള്ളത് നമ്മുടെ +1 മാത്സിലെ ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സിലെ പാർട്ട് 2 ചെയ്യാനായിട്ടാണ്. അപ്പോൾ എന്ത് ചെയ്യുക, വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ ഭാഗത്ത് നിന്ന് എല്ലാ മാർക്കും സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. ഒരു മാർക്ക് പോലും ലിമിറ്റ്സ് നിന്ന് പോകരുത്. അപ്പോൾ എന്താടാ, എല്ലാവരും വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് എന്ത് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. എടാ, അപ്പോൾ നമ്മൾ ഈ ഒരു പാർട്ടിൽ ഈ രണ്ട് സാധനം വെച്ചിട്ടാണ് മുഴുവൻ പഠിക്കാൻ പോകുന്നത്. ഈ രണ്ട് സാധനം തറവായിട്ട് പഠിക്കണം. ഓരോ വാക്കും ഓരോ അക്ഷരങ്ങളും കറക്റ്റ് മനസ്സിലാവണം എങ്ങനെ എന്തൊക്കെയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ നോക്കുക, ഫസ്റ്റ് കാര്യം ഇതാണ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു എ, എക്സ് എയിലേക്ക് പോകുമ്പോൾ ഒരു കോൺസ്റ്റന്റിലേക്ക് പോകുമ്പോൾ എക്സ് റൈസ് ടു എൻ മൈനസ് എ റൈസ് ടു എൻ ഡിവൈഡ് ബൈ എക്സ് മൈനസ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പവർ ഇൻറ്റു ഈ സാധനം, അതായത് എക്സ് എങ്ങോട്ടേക്കാണ് പോകുന്നത് അതിൻ്റെ പവറിനൊന്ന് കുറച്ച് എഴുതുക. നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഞാൻ നന്നായി മര്യാദക്ക് പറഞ്ഞു തരാം എന്തൊക്കെ ശ്രദ്ധിക്കണമെന്ന്. ഇത്രയും കാര്യങ്ങൾ നിങ്ങളിവിടെ ശ്രദ്ധിക്കണം. നോക്ക്, ആദ്യത്തെ എക്സ് ആണെങ്കിൽ ഇത് എക്സ് ആണെങ്കിൽ ഇത് എക്സ് ആയിരിക്കണം. ഓക്കെ ആണോ? ഇത് എക്സ് ആണെങ്കിൽ ഇത് എക്സ് ആയിരിക്കണം. ഇത് എ ആണെങ്കിൽ ഇതും എ ആയിരിക്കണം. ആദ്യത്തെ എക്സ് ആദ്യത്തെ എക്സ്, രണ്ടാമത്തത് രണ്ടിന്റെയും പവർ സെയിം ആയിരിക്കണം. മേലത്തെ രണ്ടിന്റെയും എന്താവണം, പവർ സെയിം ആയിരിക്കണം. അതും നിങ്ങൾ നോക്കണം. താഴെ എന്ത് ചെയ്യണം, പവർ ഒഴിവാക്കി എഴുതിയതായിരിക്കണം. അതായത് ഈ പവറിന് ഒഴിവാക്കി നോക്കിയാൽ അപ്പൊ എക്സ് മൈനസ് എ കിട്ടൂലേ, പവർ ഒഴിവാക്കി എഴുതിയതായിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആൻസർ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഒന്നും കൂടി പറഞ്ഞുതരാം. ആദ്യത്തെ എക്സ് രണ്ടാമത്തത് രണ്ടിന്റെയും പവർ സെയിം ആയിരിക്കണം. താഴെ പവർ ഒഴിവാക്കി എഴുതിയതായിരിക്കണം. അങ്ങനെയാണെങ്കിൽ എന്തെഴുതാം, ഈ പവർ ഇൻറ്റു എ ആ പവറിന് ഒന്ന് കുറച്ച് എഴുതുക. പവർ ഇൻറ്റു എ പവറിന് ഒന്ന് കുറച്ച് എഴുതുക. രണ്ടാമത്തേതാണ് എന്ത്, രണ്ട് ടൈപ്പ് പവർ വരാം. അതായത് ഇവിടെ ഒറ്റ പവർ വരുന്നുള്ളൂ, താഴെ ഒരു പവർ മേലെയും താഴെ വ്യത്യസ്ത പവറും വരികയാണെങ്കിൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു എ. ഇവിടെ എക്സ് ആദ്യം എക്സ് ആണെങ്കിൽ താഴെയും മേലെയും ആദ്യം എക്സ് ആയിരിക്കണം. രണ്ടാമത്തത് എ ആണെങ്കിൽ താഴെയും മേലെയും രണ്ടാമത്തത് എ ആയിരിക്കണം. മേലത്തെ രണ്ട് പവർ ഈക്വൽ ആയിരിക്കണം, താഴത്തെ രണ്ട് പവർ ഈക്വൽ ആയിരിക്കണം. അതും ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ ഇത് നമ്മുടെ വകയുള്ളതാണ് കേട്ടോ, മറക്കരുത്. NCERT നിങ്ങൾക്ക് നോക്കി കാണില്ല, ചിലപ്പം നമ്മുടെ വകയുള്ളതാണ്. m/n ഇൻറ്റു എ റൈസ് ടു m മൈനസ് n എന്ന് എഴുതാം. നല്ല തറവാക്കി പഠിച്ചോ, കറക്റ്റ് പഠിച്ചോ എന്നാൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഇതിന്റെ പ്രൂഫ് വേണമെങ്കിൽ ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഇങ്ങനെയാണ്. ലിമിറ്റ് x tends to a, limit x tends to a, x raised to m minus a raised to m divided by x raised to n minus a raised to n എന്ന് എഴുതാം. ഞാൻ രണ്ടിനെ എന്ത് ചെയ്യാൻ പോവാടാ, ഒരു x/a കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പോവാ. എന്താണ്, x മൈനസ് a കൊണ്ട് എന്ത് ചെയ്യാൻ ഡിവൈഡ് ചെയ്യാൻ പോവാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഫോർമുലയിലേക്ക് രണ്ടിനെ ആക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ലിമിറ്റ് x tends to a x raised to m minus a raised to m divided by x minus a കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇവിടെ x ഇവിടെ a, അതായത് ഈ പവർ കുറച്ച് അങ്ങനെ എഴുതിയുള്ളൂ, അത്രേ ഉള്ളൂ. ഇവിടെ കണ്ടില്ലേ ഞാൻ പവർ മാറ്റി എഴുതിയത്, അതുപോലെ തന്നെ താഴെയും മേലെയും പവർ കുറച്ച് എഴുതുക. ഇവിടെ x raised to n minus a raised to n divided by x minus a. എന്നിട്ട് എന്ത് ചെയ്യുക, രണ്ടിന്റെ ഈ ലിമിറ്റ് അങ്ങ് സെപ്പറേറ്റ് ചെയ്യുക. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഡിവൈഡ് ബൈ ആണെങ്കിൽ ഓൾജിബ്ര ഓഫ് ലിമിറ്റ്സ് നിങ്ങൾ ഒന്ന് നോക്കിയിരിക്കണം. ഡിവൈഡ് ബൈ ആണെങ്കിൽ അത് ഡിവിഷൻ ആണെങ്കിൽ ലിമിറ്റ് സെപ്പറേറ്റ്, അഡീഷൻ ആണെങ്കിൽ സെപ്പറേറ്റ്, സബ്സ്ട്രാക്ഷൻ ആണെങ്കിൽ സെപ്പറേറ്റ്, മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ സെപ്പറേറ്റ്, കോൺസ്റ്റന്റ് വന്ന ഔട്ട് എന്നൊക്കെ നിങ്ങൾ പറഞ്ഞ് പഠിച്ചിരിക്കണം. അപ്പൊ എന്താണ്, ലിമിറ്റ് എക്സ് ടെൻസ് ടു എ ആ മേലെ ആരാളുള്ളത്, എക്സ് റൈസ് ടു എം മൈനസ് എ റൈസ് ടു എം ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് എ ഡിവൈഡഡ് ബൈ, മേലെ ലിമിറ്റ് സെപ്പറേറ്റ് ചെയ്തു, താഴെയും ലിമിറ്റ് എന്ത് ചെയ്യുക, സെപ്പറേറ്റ് ചെയ്യുക. ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എക്സ് റൈസ് ടു എൻ മൈനസ് എ റൈസ് ടു എൻ ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് എ എന്ന് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി നിങ്ങൾ നോക്കുക, ഇതല്ലേ ഈ മേലെ കാണുന്ന ആളല്ലേ ഇത്, ഏകദേശം ഇതേ ഫോർമുലയിലല്ലേ. അപ്പൊ എങ്ങനെ ആൻസർ എഴുതാം, മേലത്തെ ആൻസർ എങ്ങനെ വരും, ആദ്യം എക്സ് ആണെങ്കിൽ ആദ്യം എക്സ്, രണ്ടാമത്തെ ആണെങ്കിൽ രണ്ടാമത്തെ, രണ്ടിന്റെയും പവർ ഈക്വൽ ആണ്. പവർ കുറച്ചാണ് താഴെ എഴുതിയതെങ്കിൽ എങ്ങനെ ആൻസർ എഴുതാടാ, എം ഇൻറ്റു മേലെന്താ ആൻസർ വരിക, എം ഇൻറ്റു എ റൈസ് ടു എം മൈനസ് വൺ, എം ഇൻറ്റു എ റൈസ് ടു എം മൈനസ് വൺ ഡിവൈഡഡ് ബൈ, താഴെ നോക്കിയടാ ആദ്യത്തെ എക്സ് രണ്ടാമത്തെ രണ്ടിന്റെ പവർ ഈക്വൽ ആണ്, താഴെ പവർ കുറച്ച് എഴുതിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്താ വരിക, എൻ ഇൻറ്റു എ റൈസ് ടു എൻ മൈനസ് വൺ. ഇത് ഇവിടെ നോക്ക്, നിങ്ങൾക്ക് അറിയാലോ, എ റൈസ് ടു എം ഡിവൈഡ് ബൈ എ റൈസ് ടു എൻ എന്ന് പറഞ്ഞാൽ എന്താടാ, എ റൈസ് ടു എം മൈനസ് എൻ ആണ്. ഓക്കെ അല്ലേ, ഇത് മനസ്സിലായല്ലോ നിങ്ങൾക്ക്. എ റൈസ് ടു എം ഡിവൈഡ് ബൈ എ റൈസ് ടു എൻ എന്ന് പറഞ്ഞാൽ എന്താ, എ റൈസ് ടു എം മൈനസ് എൻ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു പാർട്ട് നോക്കിയടാ, ഇത് എങ്ങനെ വരും,
അപ്പൊ ഇതെങ്ങനെ വരും? എം ബൈ എൻ അവിടെ നിർത്തി, എ റൈസ് ടു എം മൈനസ് വൺ, മൈനസ് ആയതുകൊണ്ട് ഒരു ബ്രാക്കറ്റ് എൻ മൈനസ് വൺ. മനസ്സിലായോ? രണ്ടിനെയും ഞാൻ മൈനസ് ചെയ്തു. ബ്രാക്കറ്റ് എന്തിനാ? അവിടെ രണ്ട് ടേം ഉണ്ട് മൈനസിന് ശേഷം, അതുകൊണ്ട് അവിടെ ബ്രാക്കറ്റ് ഇട്ടു. എം ബൈ എൻ അതേപോലെ എഴുതി ഇൻറ്റു എ റൈസ് ടു എം മൈനസ് വൺ, മൈനസ് ഇൻറ്റു എൻ, മൈനസ് എൻ, മൈനസ് ഇൻറ്റു മൈനസ് വൺ എന്താണ്? പ്ലസ് വൺ ആണ്. മൈനസ് വണ്ണും പ്ലസ് വണ്ണും ക്യാൻസൽ, ബാക്കി ആരുള്ളത്? എം ബൈ എൻ ഇൻറ്റു എ റൈസ് ടു എം മൈനസ് എൻ. സോ ഇതാണ് ഇതിന്റെ ആൻസർ. ഇങ്ങനെയാണ് വന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു കാര്യം നല്ല കൃത്യമായി പഠിക്കണം. ഓരോന്നും ഓരോ എണ്ണി നിങ്ങൾ പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അടുത്ത പാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് നേരെ ക്വസ്റ്റ്യൻസിലോട്ട് പോകാം. എടാ, അപ്പൊ നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു എക്സ് റൈസ് ടു 5 മൈനസ് 32 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 2 ആണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. അതിന് മുന്നേ നിങ്ങൾ ഒന്നുകൂടി ഇവിടെ ശ്രദ്ധിക്കുക. ഇത് ഏത് ഫോമിലാണെന്ന് ആദ്യം നോക്കുക. മേലെ ഒറ്റ പവറേ ഉള്ളെങ്കിൽ അത് ഈ ഫോമിലാണ്, അടിയിൽ പവർ ഇല്ലാത്ത ഫോമിലാണെന്ന് അർത്ഥം. ഇതാ ഇവിടെ നോക്കി രണ്ടിടത്ത് പവർ ഉണ്ടെങ്കിൽ അത് ഏത് ഫോമിലാണ്? താഴെയും മേലെയും പവറുള്ള ഫോമിലാണ്. അപ്പൊ എങ്ങനെ മാറ്റാം? ഇതിനെങ്ങനെ ഈ ഫോമിലേക്ക് മാറ്റാം? ഞാൻ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ആദ്യത്തേത് എക്സ് ആണെങ്കിൽ ആദ്യത്തെ എക്സ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞതാണ്. ആദ്യത്തെ എക്സ് ആണെങ്കിൽ ആദ്യത്തെ എക്സ്, രണ്ടാമത്തേത് രണ്ടാണെങ്കിൽ ഇവിടെ രണ്ടാണ് വരേണ്ടിയിരുന്നത്. എന്തുകൊണ്ട് 32 വന്നു? അപ്പൊ നമുക്ക് ചിന്തിക്കാം, പവർ രണ്ടും സെയിം ആയിരിക്കണം. അപ്പൊ നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, ഇവിടെ 2 വന്നു എന്നിട്ട് പവർ 5 വന്നു ചിന്തിച്ചു നോക്കിയേ. 2⁵5 എന്താണ്? 32 അല്ലേ? അതാണ് അവര് നമുക്ക് ഇങ്ങനെ തന്നിട്ടുള്ളത്. 2⁵5 എന്ന് നമ്മളാക്കി കൊടുക്കണം. അവിടെ ഇവിടെ 2 ആണെങ്കിൽ ഇവിടെ 2 ആണ്. രണ്ട് പവർ സെയിം ആക്കിയിട്ട് താഴെ ഉണ്ടാക്കിയ പവർ ഒഴിവാക്കി എഴുതിയതാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? ഇവിടെ 2⁵5 ആക്കി കൊടുക്കുക. ധൈര്യമായിട്ട് ആക്കിക്കോ. നിങ്ങൾ കണ്ണ് പൂട്ടി അങ്ങ് ആക്കിയാൽ മതി 2⁵5 എന്ന്. ഇവിടെ എന്താണോ അത് അവിടെ ഇട്ട് കൊടുക്കുക. ഈ പവർ അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. നിങ്ങളുടെ ആൻസർ ശരിയാവും. ശരിയാണോ നോക്കാൻ വേണ്ടി എന്ത് ചെയ്യുക? 2⁵5 32 ആണെന്ന് ഉറപ്പ് വരുത്തിയാൽ മതി. അത്രേ ഉള്ളൂ. അപ്പൊ എന്താ ഇതിന് നമ്മൾ എങ്ങനെ എഴുതാം? ലിമിറ്റ് എക്സ് ടെൻസ് ടു 2, ആദ്യത്തെ എക്സ് ആണെങ്കിൽ ആദ്യത്തെ എക്സ് മൈനസ് അതിന്റെ പവർ 5 ആണ്. രണ്ടാമത്തെ 2 ആണെങ്കിൽ ഇവിടെ 2 ആണ് വരേണ്ടിയിരുന്നത്. അപ്പൊ എന്താണ്? രണ്ട് പവർ ഒന്ന് സെയിം ആക്കി എഴുതുക. മൈനസ് 2 ഡിവൈഡഡ് ബൈ രണ്ടിന്റെയും പവർ അങ്ങ് ഒഴിവാക്കി താഴെ എഴുതുക. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ആൻസർ ഈ ഫോമിലൂടെ വരുന്ന ആൻസർ എന്താ വരിക? എൻ ഇൻറ്റു എ റൈസ് ടു എൻ മൈനസ് 1. എൻ ഇവിടെ 5 ആണ്. 5 ഇൻറ്റു ഇസ് ഈക്വൽ ടു 5 ഇൻറ്റു ഇവിടെ എ ആരാടാ? എക്ക് പകരം 2 ആണ്. 2 റേസ് ടു 5ൽ നിന്നൊന്ന് കുറച്ച് എഴുതി കഴിഞ്ഞാൽ 4 ആണ്. എന്താണ്? 5 ഇൻറ്റു 2 റേസ് ടു 3 8 ആണ്. അപ്പൊ എന്താ വരിക? 16 ആണ്. സീക്വൽ ടു 80 എന്ന് കിട്ടും. നിങ്ങൾക്ക് എന്ത് കിട്ടും? 80 എന്ന് കിട്ടും. ഓക്കെ ആണോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താടാ? നോക്കിയേ. അടുത്ത ക്വസ്റ്റ്യൻ എക്സ് റേസ് ടു 5 ലിമിറ്റ് എക്സ് ടെൻസ് ടു 2, ആദ്യത്തെ എക്സ് ആണെങ്കിൽ ആദ്യത്തെ എക്സ് താഴെയും എക്സ് ആവണം. രണ്ടാമത്തെ 2 ആണെങ്കിൽ ഇവിടെ 2 വരണം, ഇവിടെയും 2 വരണം. പക്ഷെ അവിടെ 32 ആണ്, ഒരു ഭാഗത്ത് 8 ആണ്. മേലെ നോക്കുക, 2ന്റെ ഇവിടെ രണ്ട് പവർ സെയിം ആണ്. ഇവിടെ 2 വരികയാണെങ്കിൽ അതിന്റെ പവർ 5 ആവണം. 2⁵5 ഇവിടെ നമ്മൾ പറഞ്ഞു 32 ആണ്. അപ്പൊ അവിടെ എന്ത് ചെയ്യാം? നമുക്ക് നേരിട്ട് 2⁵5 കണ്ണും പൂട്ടി എഴുതാം. താഴെ എന്താ വരേണ്ടത്? ഇവിടെ 2 ആണ് വരേണ്ടിയിരുന്നത്. പവർ രണ്ടും സെയിം ആക്കിയാൽ 2⁵3 എന്ന് വരും. അങ്ങനെയാണെങ്കിൽ 2⁵3 എന്താ? 8. അപ്പൊ അവരോട് നമ്മളോട് പറയാണ് നിങ്ങൾ 2⁵5 2⁵3 നിങ്ങൾ എഴുതണം. ഓക്കെ ആണോ? അപ്പൊ എങ്ങനെ എഴുതാം? ലിമിറ്റ് എക്സ് ടെൻസ് ടു 2, ആദ്യത്തെ എക്സ് ആണെങ്കിൽ ആദ്യത്തെ എക്സ് താഴെയും ആദ്യത്തെ എക്സ് രണ്ടിന്റെയും പവർ അങ്ങ് എഴുതി കൊടുക്കുക. മൈനസ് ഇട്ട് കൊടുക്കുക. രണ്ടാമത് രണ്ട് സ്ഥലത്ത് 2 ആണ് വരേണ്ടിയിരുന്നത്. മേലത്തെ പവറിനോട് ഈക്വൽ ആക്കുക 5. താഴത്തെ പവറിനോട് ഈക്വൽ ആക്കുക. 2⁵3 എന്ന് പറയുമ്പോൾ 8 ആണ്. 2⁵5 എന്ന് പറയുമ്പോൾ 32 ആണ്. ഇക്വേഷൻ ഒരു മാറ്റം വന്നിട്ടില്ല. അപ്പൊ എന്ത് ചെയ്യാം? ഇതിന്റെ ആൻസർ ഈ മോഡലിലാണ് വരിക. അപ്പൊ m/n ഇവിടെ m5 ആണ്. 5/3 ഇൻറ്റു എ റൈസ് ടു ആരാണ്? ഇവിടെ 2⁻⁴ ആരാണ്? 5 - 3 ആണ്. 5/3 ഇൻറ്റു 2⁻²2 ആണ്. 5/3 ഇൻറ്റു 4 ആണ്. 20/3 ആണ് ആൻസർ. എന്താ ആൻസർ? 20/3 ആണ് ആൻസർ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? നേരെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഈ ക്വസ്റ്റ്യൻ ഇഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യുക? ഇഷ്ടപ്പെട്ടാലും മനസ്സിലായാലും എന്ത് ചെയ്യുക? ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 3, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 x⁴ -81 ഡിവൈഡഡ് ബൈ x - 3. നിങ്ങൾ എപ്പോഴും എന്ത് ചെയ്യുക? നേരിട്ട് വാല്യൂ കൊടുക്കുക. അപ്പൊ 0/0 കിട്ടും. ഇത് ഞാൻ പറയാൻ പറഞ്ഞാണ്. കഴിഞ്ഞ ക്വസ്റ്റ്യനിലേക്ക് നോക്കുക. 3⁴ എന്ന് പറഞ്ഞാൽ 81 ആണ്. 81 - 81 ഡിവൈഡഡ് ബൈ 3 - 3 എന്ന് പറയുമ്പോൾ 0/0 ഫോമിലാണ്. അതുകൊണ്ടാണ് നമ്മൾ മാറ്റുന്നത്. അല്ലെങ്കിൽ നമ്മൾ നേരിട്ട് കൊടുക്കാവുന്നേ ഉള്ളൂ. അപ്പൊ മാറ്റുന്നതിന് കാരണം ഞാൻ പറയാൻ നേരത്തെ മറന്നതാണ്. അപ്പൊ എന്ത് ചെയ്യുക? ഒന്ന് ഓർത്ത് വെക്കുക. ഇവിടെ നോക്കിയ 1⁻10 എന്ന് പറയുമ്പോൾ 1 തന്നെയാണ്. 1 - 1 ഡിവൈഡഡ് ബൈ 1 - 1 0/0 ഫോം ആണ്. അപ്പൊ രണ്ടിനെ നമുക്ക് എന്ത് ചെയ്യാം? ഇനി നമുക്കറിയാം ഇവിടെ എക്സ് ആണെങ്കിൽ ഇവിടെ എക്സ്, ഇനി ഇവിടെ 3 ആണെങ്കിൽ ഇവിടെ 3 ആയിരുന്നു വരേണ്ടത്. താഴെ പവർ ഇല്ലാതെ എഴുതിയിട്ടുണ്ട്.
അപ്പൊ ഇവിടെ 3 ഈ രണ്ട് പവർ സെയിം ആക്കണല്ലോ, 3⁴ ആവണല്ലോ അവിടെ. അപ്പൊ 3⁴ എത്ര ചിന്തിച്ച് നോക്കിയേ, 3⁴ എന്ന് പറയുന്നത് 81 തന്നെയാണ്, ഇക്വേഷനിൽ ഒരു മാറ്റമില്ല. അപ്പൊ എങ്ങനെ എഴുതാം നോക്കിയേ, ലിമിറ്റ് x ടെൻസ് ടു 3, ലിമിറ്റ് x ടെൻസ് ടു 3 x⁴, ആദ്യ x ആണെങ്കിൽ ആദ്യ x മൈനസ് രണ്ടാമത്തെ 3 ആണ് എഴുതേണ്ടത്, രണ്ട് പവറും അങ്ങ് സെയിം ആക്കി എഴുതുക, ഡിവൈഡഡ് ബൈ പവർ ഒഴിവാക്കി എഴുതുക. ഇപ്പൊ ഇക്വേഷൻ എന്തെങ്കിലും മാറ്റം നോക്കി, താഴെ x-3 ആണ്, ഇവിടെ x-4 ആണ്, മൈനസ് 3⁴ എത്രയാണ് 81 തന്നെയാണ്, ഒരു മാറ്റവും ഇല്ല, ഇക്വേഷന് മാറ്റം വന്നില്ല. അപ്പൊ ഇത് ഏത് ഫോമിലായി, ഇപ്പം ഈ ഒരു ഫോമിലായി. അങ്ങനെയാണെങ്കിൽ ആൻസർ എന്താടാ, n ആരാ ഇവിടെ 4 ഇൻറ്റു a ആരാ 3 ഇൻറ്റു 4 ഇൻറ്റു 3 ആരാടാ 3 എന്ന് കിട്ടും. അതെന്ന് പറയുന്നത് 108 ആണ് ആൻസർ. 108 ആണ് ആൻസർ. ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യുക. രണ്ടാമത്തത് നോക്കിയാൽ നിങ്ങൾ ലിമിറ്റ് x ടെൻസ് ടു 1 x⁻10 മൈനസ് 1⁻10 ഡിവൈഡ് ബൈ x-1. നോക്കിയാൽ ആദ്യ x ആണെങ്കിൽ ഇവിടെ x, ഇവിടെ 1 ആണെങ്കിൽ രണ്ടാമത്തത് 1 ആണെങ്കിൽ ഇവിടെ 1, മേലെ പവർ ഒഴിവാക്കിയത്. പക്ഷെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ π/10 ആണെങ്കിൽ ഇവിടെയും π/10 വരണം. അപ്പൊ എന്താണ് ഇക്വേഷനിൽ എന്തെങ്കിലും മാറ്റം വരുമോ നോക്കാം. നമുക്ക് എങ്ങനെ എഴുതി നോക്കാം, ലിമിറ്റ് x ടെൻസ് ടു 1, ആദ്യ x ആണെങ്കിൽ ആദ്യ x എഴുതുക, അതിന്റെ പവർ 10 ആണ്, -1. അപ്പൊ എന്താണ്, ഇനി രണ്ടാമത്തെ 1 ആണെങ്കിൽ 1 എഴുതി, ഈ രണ്ട് പവർ ഒന്ന് സെയിം ആക്കി എഴുതിക്കടാ, കണ്ണു കൂട്ടി അങ്ങ് സെയിം ആക്കി എഴുതിക്കോ ധൈര്യമായിട്ട്, അത് എനിക്കറിയാം എന്താ വരാന്ന് ബാക്കി. അപ്പൊ x-1 എന്ന് പവർ ഒഴിവാക്കി നമ്മൾ എഴുതി. ഇപ്പൊ ഇക്വേഷൻ എന്തെങ്കിലും മാറ്റണോ നോക്കിയാലോ, x-1 അവിടെ ഉണ്ട്, x⁻10 ഉണ്ട്, 1⁻10 എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ, 1 തന്നെയല്ലേ, ഒരു മാറ്റവും ഇല്ല. അപ്പൊ എന്താണ്, ഇത് ഏത് ഫോമിലാണ്, ഈ ഫോമിലാണ്. അങ്ങനെയാണെങ്കിൽ ആൻസർ എന്തായി, 10 ഇൻറ്റു 1⁻10 മൈനസ് 1, 10 ഇൻറ്റു 1ന്റെ ഏത് പവർ വന്നാലും 1 ആണ്. അപ്പൊ അത് 1 എന്ന് എഴുതി ഈക്വൽ ടു എന്താണ് 10 ആയി. മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്നും കൂടി ബാക്ക് അടിച്ച് കാണുക, കാരണം ഇത് അത്ര ഇമ്പോർട്ടന്റ് ഭാഗമാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നേരെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. എടാ അപ്പൊ നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കി, അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഇത് ഇങ്ങനെയാണ്. ഈ ക്വസ്റ്റ്യൻ കുറച്ചൊന്നും ചിന്തിക്കേണ്ടിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും, ഒന്നുകൂടി നല്ല രീതിക്ക് ശ്രദ്ധിച്ചിരിക്കുക. ലിമിറ്റ് x ടെൻസ് ടു -1 x⁻7 + 1 ഡിവൈഡ് ബൈ x+1 ആണ് നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ x ആണെങ്കിൽ ഇവിടെ x ഓക്കെ ആണോ, ഇവിടെ -1 ആണ്, പക്ഷെ ഇവിടെ +1 ആണ്, പണി വാളിയില്ലേ. അപ്പൊ എങ്ങനെ ചെയ്യാം, ഇക്വേഷന് മാറ്റമില്ലാത്ത രീതിയിൽ അവിടെ -1 കൊണ്ടുവരണം. ഇക്വേഷൻ പ്ലസ് ആകും വേണം, എന്നാൽ അവിടെ -1 വരും വേണം. അതെങ്ങനെയാണെന്ന് ഞാൻ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. പിന്നെ കൂടാതെ ഈ രണ്ട് പവർ നമ്മൾ സെയിം ആക്കിയിരിക്കും വേണം. അപ്പൊ എങ്ങനെയാണെന്ന് നോക്കാം, സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ലിമിറ്റ് x ടെൻസ് ടു -1 ഓക്കെ ആണോ, ആദ്യത്തെ x ആണെങ്കിൽ ഇവിടെ മേലെ ആദ്യത്തെ x, അതിന്റെ പവർ 7 ആണ് ഓക്കെ ആണോ. ഇനി നമുക്ക് വേണ്ടത് എന്താണ്, -1 ആണല്ലോ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, കുറച്ച് വിട്ടിട്ട് -1⁻7 എന്ന് എഴുതി ഓക്കെ ആണോ, -1⁻7. കാരണം ഈ രണ്ട് പവറും സെയിം ആക്കണം, നമുക്ക് വേണ്ടത് -1. -1⁻7 എന്ന് പറഞ്ഞാൽ എന്താണ്, അവിടെ ഓടാണ്. അങ്ങനെയാണെങ്കിൽ എന്താണ്, മേലെ പവർ എന്താണ്, ഓടാണ്. അങ്ങനെയാണെങ്കിൽ എന്താണ് വരിക, അത് -1 ആണല്ലോ വരിക. ആൻസർ എന്താ വരിക, അവിടെ -1 ആ വരിക. ഇവിടെ ഒരു മൈനസും കൂടി ഇട്ട് കൊടുത്ത് നോക്കിയേ. അപ്പൊ എന്തായി, -1 ഇവിടെ ആൻസർ കിട്ടും ചെയ്യും. -1 എന്ന് പറഞ്ഞാൽ +1 അല്ലേടാ. ഇക്വേഷനിൽ എന്തെങ്കിലും മാറ്റണ്ടോ, ഇല്ല. താഴെ എന്ത് എഴുതുക, താഴെ ഈ പവർ അങ്ങ് കുറച്ച് എഴുതുക, എക്സ് പ്ലസ് അവിടെ കട്ടെ -1 എന്ന് എഴുതി നോക്കിയേ. -1 ഇക്വേഷൻ എന്തെങ്കിലും മാറ്റണ്ടോ, ഇത് x+1 അല്ലേ, ഇവിടെ x⁻7 + 1⁻7 തന്നെ അല്ലേ, എന്തെങ്കിലും മാറ്റണ്ടോ, ഇല്ല. ഞാൻ ഒരു മാറ്റം വരുത്തിയിട്ടില്ല. ഇവിടെ ഞാൻ എന്ത് ചെയ്തു, മൈനസ് ആക്കി കൊടുത്തപ്പോൾ നടുവിൽ എന്ത് ചെയ്തു, പ്ലസ് വന്നു, അത്രേ ഉള്ളൂ. ഇതുപോലെ തന്നെയാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത്. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യനും കൂടി ചെയ്യുമ്പോൾ വർക്ക് ക്ലിയർ ആയിക്കോളും. അപ്പൊ ഇതിപ്പോ ഏത് ഫോമിലാടാ, ഇതിപ്പോ ഏത് ഫോമില നോക്കി, ഈ ഫോമിലല്ലേ, x⁻7 -1⁻7 ഡിവൈഡഡ് ബൈ എന്താണ് x-1. അപ്പൊ ഏത് ഫോമിലാണ്, ആ ഫോമിലാണ്. അങ്ങനെയാണെങ്കിൽ ആൻസർ എന്താ വരിക, 7. അതായത് n ഇൻറ്റു a എന്താടാ, -1/7 ഇൻറ്റു -1/6. ഈവൻ നമ്പർ ആണ് പവർ ആയിട്ട്, അങ്ങനെയാണെങ്കിൽ 1 ആണ് വരിക. 7 × 1 = 7 ആണ് ആൻസർ വരിക. ഇതും കൂടി ചെയ്താൽ നിങ്ങൾക്ക് പക്ക ക്ലിയർ ആവും. നോക്കാം. ലിമിറ്റ് x ടെൻസ് ടു -2 x⁻3 + 8 ഡിവൈഡ് ബൈ x+2. ഇവിടെ x, ഇവിടെ x, ഇവിടെ -2 ആണ് വരുന്നത്, പക്ഷെ +8 ആണ് വന്നിട്ടുള്ളത്. അതിനെങ്ങനെ മാറ്റാം, പിന്നെ രണ്ടിന്റെയും പവർ ഈക്വൽ ആക്കും വേണം. അപ്പൊ എങ്ങനെ മാറ്റാൻ നോക്കാം. ലിമിറ്റ് x ടെൻസ് ടു -2 എന്ന് എഴുതാം. ആദ്യത്തെ x ആണെങ്കിൽ ആദ്യത്തെ x ഓക്കെ ആണോ, മേലത്തെ പവർ 3 തന്നെ, ഒരു മാറ്റം വരുത്തിയില്ല. ഇനി കുറച്ച് മാറ്റി ഞാൻ എന്ത് എഴുതി, -2 എന്ന് എഴുതി. അതിന്റെ പവർ ഞാൻ എന്താക്കി, 3 ആക്കി.
എന്താണ് -2�3 എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? 2�3 8 ആണ്. മൈനസ് വരുമ്പോൾ -8 ആണ് ആൻസർ. അപ്പൊ ഇവിടെ ഒരു മൈനസ് കൂടി ഇട്ട് കൊടുത്ത് നോക്കിയേ. -8 മൈനസ് എന്ന് പറയുമ്പോൾ +8 ആയില്ലേ? ഞാൻ എന്തെങ്കിലും ഇക്വേഷനിൽ മാറ്റം വരുത്തിയോ? ഇല്ല. ഓക്കെ ആണോ? ഡിവൈഡഡ് ബൈ താഴെ എന്ത് ചെയ്താൽ ഈ പവർ അങ്ങ് ഒഴിവാക്കി അതുപോലെ അങ്ങ് എഴുതിയാൽ മതി. നിങ്ങളൊന്നും ചിന്തിക്കണ്ട, നീ ആലോചിക്കുന്നു വേണ്ട. കാരണം എന്താ ഇത് നോക്കിയേ, എക്സ് മൈനസ് മൈനസ് പ്ലസ് ആയി, x+2 തന്നെയാണ് താഴെ, ഒരു മാറ്റം വരുത്തിയില്ല. ഓക്കെ ആണോ? ഒന്നുകൂടി ക്ലിയർ അല്ലേ ഇപ്പൊ? ഇനി വരുന്ന ക്വസ്റ്റ്യനിൽ ഇതുപോലത്തെ മോഡൽ ഉണ്ട് കേട്ടോ. ഓക്കെ ആണോ? അപ്പൊ എന്താ ഇത് ഏത് ഫോമിലാണ്? ഈ ഫോമിലാണ്. അങ്ങനെയാണെങ്കിൽ ഇതിനെ എങ്ങനെ എഴുതാം? n ഇവിടെ 3 ആണ്. a ആരാടാ? ഇവിടെ -2 ആണ്. -2⁻3 - 1 3 × -2⁻2 ആണ്. ആരാടാ? -2 എന്ന് പറഞ്ഞാൽ 4 ആണ്. 3 × 4 ആണ് എന്താടാ? 12 ആണ് ആൻസർ. ഇത്രയേ ഉള്ളൂ ഈ ക്വസ്റ്റ്യൻ ആൻസർ. അപ്പൊ എന്ത് ചെയ്യുക? ഒന്നുകൂടി കണ്ടു നോക്ക്. ഭാഗം മനസ്സിലായില്ലെങ്കിൽ നന്നായി മനസ്സിലാക്കി പോകാം. ഞാൻ അത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പൊ എന്ത് ചെയ്യാം, നമുക്ക് നേരെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. എടാ മക്കളെ, ഇനി വരുന്ന ഈ 2 ക്വസ്റ്റ്യനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കുറച്ച് റിസ്ക് ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ ഞാൻ എൻ്റെ പരമാവധി ട്രൈ ചെയ്ത് നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാൻ നോക്കാം നമുക്ക് ക്വസ്റ്റ്യൻ. ലിമിറ്റ് x → 0 1 + x the whole raised to 5 - 1 divided by x. ഇവിടെ x ആണെങ്കിൽ ഇവിടെ x ആയിരുന്നു വരേണ്ടിയിരുന്നത്. പക്ഷെ അവിടെ 1 + x വന്നു. അപ്പൊ എന്ത് ചെയ്യാം? പിന്നെ ഇവിടെ 0 ആണെങ്കിൽ ഇവിടെ 0 ആയിരുന്നു വരേണ്ടിയിരുന്നത്. അവിടെ 1 വന്നു. അപ്പൊ നമുക്ക് ഇവിടെ യൂസ് ചെയ്യേണ്ട ചെറിയൊരു ട്രിക്ക് ഉണ്ട്. ഇത് എൻ്റെ വകയാണ്. ട്രിക്കൊന്നല്ല, ഇതിങ്ങനെ തന്നെ ചെയ്യാം. എന്താണ്? ഇതിനെ നമുക്ക് ഇനി എന്ത് ചെയ്യാൻ പറ്റില്ല? എക്സ് ആക്കി മാറ്റാൻ പറ്റില്ല. പക്ഷെ ഇവിടെ ഒന്ന് നമുക്ക് ചേഞ്ച് ചെയ്തുകൂടെ? ഇവിടെ 1 + x ആക്കി കൂടെ? അപ്പൊ എങ്ങനെയാ നോക്കാം? ലിമിറ്റ് എന്താണ്? ഇതിനെ നമുക്ക് മാറ്റാൻ പറ്റില്ല, ഇനി എക്സ് ആക്കാൻ പറ്റില്ല നമുക്ക്. അപ്പൊ എന്ത് ചെയ്യണം? നമ്മൾ ഇവിടെ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കണം. അപ്പൊ എക്സ് ഓൾറെഡി 0യിലേക്ക് പോവുകയാണ്. എക്സ് ഇങ്ങനെ 0യിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ കൂടെ ഞാൻ ഒരു 1 ആഡ് ചെയ്ത് കൊടുത്തു. എക്സ് ഇങ്ങനെ 0ക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ എക്സിന്റെ കൂടെ ഞാൻ 1 അങ്ങ് ആഡ് ചെയ്ത് കൊടുത്തു. എന്താ? ഞാൻ ഒരു 1 അങ്ങ് അപ്പൊ ആഡ് ചെയ്ത് കൊടുത്തു. അപ്പൊ എന്താ? അപ്പൊ എങ്ങോട്ട് പോകും? അപ്പൊ 1ലേക്ക് പോകും. നിങ്ങളോട് ഞാൻ പറയാണ്, 2ലേക്ക് ഞാൻ 1 ആഡ് ചെയ്ത് ഇങ്ങോട്ട് പോകും, 3ക്ക് പോകും. അതുപോലെ തന്നെ എക്സിലേക്ക് അത് 1, എക്സ് 0യിലേക്ക് പോവാണ്. അപ്പൊ 0ന്റെ കൂടെ 1 അങ്ങ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. 0ന്റെ കൂടെ എന്ത് ചെയ്താൽ മതി? ആ 1 അങ്ങ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അത്രേ ഉള്ളൂ. അപ്പൊ അവിടെ ഏതാണ് സംഖ്യ? അതിന്റെ കൂടെ ഞാൻ എന്ത് ചെയ്തു? 1 ആഡ് ചെയ്ത് കൊടുത്തു. എക്സ് എന്ത് ചെയ്യാണ്? 0യിലേക്ക് പോവാണ്. ഞാൻ 1 അങ്ങ് ആഡ് ചെയ്ത് കൊടുത്തപ്പോൾ എക്സ് എന്ത് ചെയ്തു? 1ലേക്ക് പോയി. അപ്പൊ എന്തായി? അപ്പൊ ഇനി ഒന്ന് നോക്കിയേ, ഇവിടെ 1 + x ആണെങ്കിൽ ഇവിടെ 1 + x, കുഴപ്പമില്ല. ഇവിടെ 1 ആണെങ്കിൽ ഇവിടെ 1 ഡിവൈഡഡ് ബൈ താഴത്ത് എന്ത് വരണം? ഇതിന്റെ പവർ ഒഴിവാക്കി വരണം. അപ്പൊ നമുക്ക് നോക്കാം. ആദ്യം ഞാൻ എന്ത് ചെയ്തു? 1 + x the whole raised to 5 എന്ന് എഴുതി. ഇവിടെ 1 ആയതുകൊണ്ട് -1 പവർ എന്താക്കി എഴുതണം? 2 പവറും സെയിം ആക്കി എഴുതണം. 1ന്റെ പവർ എത്ര വന്നാലും 1 തന്നെയാണ്. അതുകൊണ്ട് എന്ത് ചെയ്യില്ല, ഇക്വേഷൻ ഒരു മാറ്റവും വരില്ല. ഡിവൈഡഡ് ബൈ എന്ത് ചെയ്യണം മക്കളെ? ഈ പവർ ഒന്ന് ഒഴിവാക്കി ഒന്ന് എഴുതി നോക്കിയേ. 1 + x -1 എന്താ വരിക? ഈ +1ഉം -1ഉം ക്യാൻസൽ ആയ ബാക്കി x മാത്രമേ ഉള്ളൂ. ഇക്വേഷൻ ഒരു മാറ്റമില്ല. നിങ്ങൾ ധൈര്യമായിട്ട് കണ്ണും പൂട്ടി പവർ അങ്ങ് ഒഴിവാക്കി എഴുതിക്കോ. ഇതെന്റെ ഉറപ്പാണ്, ഇക്വേഷൻ ഒരു മാറ്റവും വരില്ല. അപ്പൊ ഇവിടെ ചെയ്താൽ മാത്രം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഇവിടെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യും? നമ്മൾ ഈ x 0യിലേക്ക് പോകുന്നതിനാണ് നമ്മൾ എന്ത് ചെയ്യും? അതിന്റെ കൂടെ ഒരു 1 അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ അത് 1ലേക്ക് പോയിക്കോളും. അപ്പൊ എന്ത് ചെയ്യും? ഇക്വേഷൻ കറക്റ്റ് ആയി വരും. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? പുട്ട്. ഇനി ഞാൻ സിമ്പിൾ ആക്കിയിട്ട് എന്ത് ചെയ്യാണ്? 1 + x ഞാൻ എന്ത് ചെയ്തു? ഒരു y എന്ന് പേര് കൊടുത്തു. കുഴപ്പമൊന്നുമില്ല, അങ്ങനെ കൊടുക്കാതെ നേരിട്ട് ചെയ്യാം. പക്ഷെ നമുക്കിങ്ങനെ കാണുമ്പോൾ എന്തോ പോലെ ഫീൽ ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? 1 + x എന്ന് നേരിട്ട് y എന്ന് കൊടുത്തു. അപ്പൊ എന്തായി? ലിമിറ്റ് 1 + x tends to 1 എന്താണ്? 1 + x raised to 5 ആണ്. എന്ത്? y raised to 5 - 1 raised to 5 ഡിവൈഡഡ് ബൈ 1 + x ആണ് y - 1. ഇത് ഏത് ഫോമിലാണ്? ആ ഫോമിലാണ്. ഇത് x raised to n - a raised to n ഡിവൈഡഡ് ബൈ x - a എന്ന് പറയുന്ന ഫോമിലാണ്. അതിനാണെങ്കിൽ ഇതിന്റെ ആൻസർ എന്താ? n × n 5 ആണ്. a 1 ആണ്. 1 raised to 5 - 1 ആണ്. 1ന്റെ എന്ത് പവർ വന്നാലും എന്താണ്? 1 തന്നെയാണ്. 5 ആണ് ആൻസർ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണ്? √x എന്ന് പറഞ്ഞു കഴിഞ്ഞാലും x raised to 1/2 എന്ന് പറഞ്ഞാലും സെയിം ആണ്. എന്താണ്? √x എന്ന് പറഞ്ഞാലും x raised to 1/2. പവറിൽ 1/2 കണ്ടോ? അതിനെ നമുക്ക് റൂട്ട് ആക്കി എഴുതാം. പവർ 1/2 എന്ന് പറഞ്ഞാൽ എന്താ ആൻസർ? റൂട്ട് ആണ്. √x എന്ന് പറഞ്ഞാൽ x raised to 1/2 എന്ന് പറഞ്ഞാൽ സെയിം ആണ്. ആ ഒരു മെത്തേഡ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യാൻ പോകുന്നത്. നോക്കുക, ഇവിടെ x ആണെങ്കിൽ ഇവിടെ എന്താണ്? x+1 ആണ് വന്നിരിക്കുന്നത്. അതെന്തോ ഒരു കാര്യമാണോ? ഇവിടെ x ആണെങ്കിൽ ഇവിടെ x അല്ല വരേണ്ടിയിരുന്നത്. പക്ഷെ അങ്ങനെയല്ല. ഇവിടെ 0 ആണെങ്കിൽ ഇവിടെ 0 എന്ന് വരേണ്ടിയിരുന്നത്. താഴത്തെ പവർ കുറച്ചായിരുന്നു വരേണ്ടിയിരുന്നത്. അപ്പൊ പവർ എവിടെ? അതിന് വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്തു? √x x raised to 1/2 എന്നാക്കി എഴുതി നോക്കിയേ. ലിമിറ്റ് x tends to 0 x raised to x + 1 the whole raised to 1/2
-1 ഡിവൈഡ് ബൈ എക്സ് ആയി. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ റൂട്ട് കണ്ടോ അപ്പൊ പവർ റേസ് 1/2 ആക്കി ഒന്ന് മാറ്റി വെക്കണം. ഇനി നോക്കുക, ഇവിടെ എന്ത് വരണം, ഇവിടെ എക്സ് ആണെങ്കിൽ ഇവിടെ എക്സ് ആയിരുന്നു വരേണ്ടിയിരുന്നത്, പക്ഷെ അവിടെ x+1 വന്നു. ഇനി നമുക്ക് അതിനൊന്നും ചെയ്യാൻ പറ്റില്ല. ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഇതിനെന്തെങ്കിലും ചെയ്യണം. അപ്പോൾ പിന്നെന്താണ്, ഇവിടെ 0 ആണെങ്കിൽ ഇവിടെ 0 ആയിരുന്നു വരേണ്ടിയിരുന്നത്, പക്ഷെ അവിടെ 1 വന്നു പോയി. അപ്പോൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്തായാലും ഇതിനെ മാത്രമേ മാറ്റാൻ പറ്റുള്ളൂ. താഴെ എന്ത് ചെയ്യുക, പവർ ഒന്നും മാറ്റരുത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാൻ പോടാ, ലിമിറ്റ് ഞാൻ എന്ത് ചെയ്യാണ്, ഈ x+1 ആക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യാണ്, x 0യിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ കൂടെ ഞാൻ എന്ത് ചെയ്തു, ഒരു 1 അങ്ങ് ആഡ് ചെയ്ത് കൊടുത്തു. x 0യിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, അതിന്റെ കൂടെ ഞാൻ ഒരു 1 അങ്ങ് ആഡ് ചെയ്ത് കൊടുത്തു. അപ്പൊ എന്തായി മക്കളെ, അത് എങ്ങോട്ടേക്ക് പോയി, x 0യിലേക്കായിരുന്നു പോയിരുന്നത്, 1 ആഡ് ചെയ്ത് കൊടുത്തപ്പോൾ എങ്ങോട്ട് പോകും, 1ലേക്ക് പോകും. ഇനി ഒന്ന് നോക്കിയേ, ആദ്യത്തത് x+1 ആണ്, രണ്ടാമത്തത് 1 ആണ്. താഴെ ഇതങ്ങ് കുറച്ച് പവർ അങ്ങ് എന്ത് ചെയ്താൽ മതി, മാറ്റി എഴുതിയാൽ മതി. അപ്പൊ നമ്മൾ എങ്ങനെ വരും നോക്കാം. ഫസ്റ്റ് എന്താണ് x+1, പവർ എന്താണ് 1/2, -1 അതുപോലെ ഉണ്ട്, സെയിം പവർ ഇട്ട് കൊടുക്കുക 1/2. 1ന്റെ ഏത് പവർ വന്നാലും 1 ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ മേലെ ഇക്വേഷൻ ഒരു മാറ്റം വരില്ല. ഡിവൈഡഡ് ബൈ താഴെ പവർ അങ്ങ് ഒഴിവാക്കി അതുപോലെ അങ്ങ് എഴുതിക്കണം മക്കളെ. x+1 -1 +1 -1 ക്യാൻസൽ ആയ ബാക്കി എക്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇക്വേഷൻ ഞാൻ ഒരു മാറ്റം വരുത്തിയിട്ടില്ല. നേരത്തെ പറഞ്ഞ കാര്യം എന്ത് ചെയ്യുക, പുട്ട് എന്ത് ചെയ്യുക, x+1 = y എന്ന് പേര് കൊടുക്കാം. എന്താണ് ലിമിറ്റ്, ഇവിടെ ഞാൻ ഒരു കാര്യം പറഞ്ഞു, ഇവിടെ x+1 1 + x y എന്ന് കൊടുക്കുന്നു, y → 1 എന്ന് കൊടുത്തൂടെ, കുഴപ്പമില്ല. ഇവിടെ x+1 അല്ലേ, അപ്പോൾ y → 1 എന്താണ് y⁻²1/2 -1⁻²1/2 ഡിവൈഡഡ് ബൈ y -1. ഇതേത് ഫോമിലാണ്, മേലെ കാണുന്ന ഫോമിലാണ്. അതിന്റെ ആൻസർ എന്താണ്, 1/2 × 1⁻²1/2 -1. 1ന്റെ ഏത് മൈനസ് പവർ വന്നാൽ പോലും 1 തന്നെയാണ് ആൻസർ. അപ്പൊ ഇതിന്റെ ആൻസർ എന്താ മക്കളെ, 1/2 ആണ് ആൻസർ. സോ ഇത്രയേ ഉള്ളൂ. ഒന്നുകൂടി കണ്ടു നോക്കി ഈ ഭാഗമൊക്കെ ഒന്ന് കൃത്യമായി മനസ്സിലാക്കണം, എന്നാൽ മാത്രമേ ഇനിയുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ കാര്യം നിങ്ങൾ ഓർത്ത് വെക്കണം. √x എന്ന് പറഞ്ഞാൽ എന്താണ്, x⁻² ആണെന്നുള്ളതും. സോ നമുക്ക് നേരെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. എടാ മക്കളെ, അപ്പൊ നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയടാ. ലിമിറ്റ് x → 1 x⁻15 -1 ഡിവൈഡ് ബൈ x⁻10 -1. ഇത് ഏത് ഫോമില വരുന്നത്, മേലെയും താഴെയും പവർ ഉള്ള ഫോമിലാണ് വരുന്നത്. അപ്പൊ നമുക്കറിയാം, ഇവിടെ x ആണെങ്കിൽ ഇവിടെ x, താഴെയും x. ഓക്കെ ആണോ? ഇവിടെ 1 ആണെങ്കിൽ ഇവിടെയും 1, താഴെയും 1. ഓക്കെ, ഒരു മാറ്റവും ഇല്ല. പക്ഷെ രണ്ടിന്റെയും മേലെ രണ്ടിന്റെയും പവർ സെയിം ആക്കണം, മേലെ താഴെ രണ്ടിന്റെയും പവർ സെയിം ആക്കണം. ആ ഒരു പണി മാത്രമേ നമുക്കുള്ളൂ. ഇത്രേ ഉള്ളൂ. നോക്കിക്കോ, ലിമിറ്റ് x → 1 എന്താണ്, x⁻15 -1⁻². എന്താടാ, നിങ്ങൾ ഈ നടുവത്തെ ചിഹ്നം നോക്കരുത് കേട്ടോ, അതിന്റെ കൂടെയുള്ള ചിഹ്നം മാത്രം. ഇവിടെ ചിഹ്നം ഉണ്ട്, നോക്കിയാൽ മതി. സെന്ററത്തെ ചിഹ്നം നിങ്ങൾ കാര്യമാക്കണ്ട. എന്താണ് ഇവിടെ നോക്കുക, x → 1 ആണ്. അപ്പൊ ഇവിടെ എന്ത് ചെയ്താ, 1⁻². ഇനി ഇതിന്റെ പവർ സെയിം ആവണ്ടേ, ആണ്. ഡിവൈഡഡ് ബൈ താഴെ ഫസ്റ്റ് x ആണെങ്കിൽ ഇവിടെ x⁻10 ആണ്, മൈനസ് എന്താണ് 1ന്റെ പവർ താഴെ എന്തായിരിക്കണം, 10 ആയിരിക്കണം. ഇക്വേഷൻ എന്തെങ്കിലും മാറ്റം നോക്കിയാലോ, x⁻15 അതുപോലെ ഉണ്ട്, 1⁻15 എന്ന 1 ആണ്, ഒരു മാറ്റവും ഇല്ല. താഴെ എന്താണ്, x⁻10 ആണ്, -1⁻10 ആണ് എന്ത്, 1. അപ്പൊ അതിനൊരു മാറ്റം ഇല്ല. മേലെയും താഴെ ഒരു മാറ്റം വരുത്തിയിട്ടില്ല. ഇനി അപ്പൊ ഇത് ഏത് ഫോമിലാണ്, ഈ ഒരു ഫോമിലാണ്. അതിനുള്ള ആൻസർ എന്താ മക്കളെ, m/n എന്ന് പറയുമ്പോൾ 15/10 ഇൻറ്റു a⁻a എന്ന് പറയുമ്പോൾ 1 -15 - 10. 1ന്റെ ഏത് പവർ വന്നാലും 1 ആണ്. അപ്പൊ ആൻസർ എന്താണ്, 15/10 ആണ്. അതായത് എന്താണ്, 3/2 ആണ് ആൻസർ. ഇത്രേ ഉള്ളൂ. അപ്പൊ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത് നമ്മൾ മുന്നേ ചെയ്ത മോഡലാണ്, പക്ഷെ മേലെയും താഴെയും പവർ ഉണ്ടെന്നേ ഉള്ളൂ. അപ്പൊ എന്താണ് ലിമിറ്റ് x → -1 x⁻9 + 1 ഡിവൈഡ് ബൈ x⁻5 + 1. മേലെയും താഴെയും പവർ ഉണ്ട്. നോക്കുക, ഇവിടെ x ആണെങ്കിൽ, തുടക്കത്തിൽ x ആണെങ്കിൽ ഇവിടെ x അതൊക്കെയാണ്. രണ്ടിന്റെയും പവർ ഓക്കെയാണ്. ഇവിടെ -1 ആണെങ്കിൽ ഇവിടെ -1 വരേണ്ടിയിരുന്നു, അവിടെ +1 ആണ് വന്നിരിക്കുന്നത്. ഓ മൈ ഗോഡ്, എന്ത് ചെയ്യും? അപ്പൊ നമ്മൾ പഴയ ട്രിക്ക് യൂസ് ചെയ്യണം. ഞാൻ പറഞ്ഞത് എങ്ങനെ യൂസ് ചെയ്യാന്ന്. ഇത്രയേ ഉള്ളൂ. എന്താണ് ഈ എന്നിട്ട് രണ്ടിന്റെയും പവർ അങ്ങ് സെയിം ആക്കി കൊടുക്കണം. എങ്ങനെ യൂസ് ചെയ്യാൻ നോക്കാം. ലിമിറ്റ് x → -1. ആദ്യത്തെ x ആണെങ്കിൽ മേലെയും താഴെയും ആദ്യം x⁻9 താഴെ x⁻5. ഇനി എന്ത് ചെയ്യാ, ഇവിടെ -1 ആണല്ലോ വരേണ്ടിയിരുന്നത്. അപ്പൊ ഞാൻ കുറച്ച് വിട്ട് ഒരു -1 അങ്ങ് എഴുതി. ഓക്കെ ആണോ? എന്നിട്ട് അതിന്റെ പവർ ഇതിന്റെ പവർ സെയിം ആക്കി കൊടുത്തു, -1�9. താഴെ അതുപോലെ ഞാൻ വിട്ട് കുറച്ച് എന്ത് ചെയ്തു, ഒരു -1 എഴുതി. അതിന്റെ പവർ ഇതിന്റെ പവർ സെയിം ആക്കി കൊടുത്തു. ഈ -1�9 എന്താ വരിക, മേലെ ഓഡ് നമ്പർ ആണ് പവർ ആയിട്ട് വന്നിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ -1 ആണ് വരിക.
ഞാൻ സെൻറ്ററിൽ ഒരു മൈനസും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്തായി, ഇവിടെ -1 ആണ് ആൻസർ ആയിട്ട് വരിക. -1 എന്ന് പറയുമ്പോൾ +1 ആണ്. താഴെ എന്താ ആൻസർ ആയിട്ട് വരിക, -1/5 എന്ന് പറയുമ്പോൾ -1 ആണ്. ഞാൻ ഒരു മൈനസും കൂടി അങ്ങ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്തായി, -1 ആൻസർ ആയിട്ട് വരും. ഒരു മൈനസും കൂടി വരുമ്പോൾ -1 എന്ന് പറയുമ്പോൾ +1 ആണ്. അപ്പൊ ഇത്രയും ഞാൻ മാറ്റം വരുത്തിയിട്ടുള്ളൂ, വേറെ ഒരു മാറ്റം വരുത്തിയിട്ടില്ല. പക്ഷെ ഇക്വേഷൻ ഒരു മാറ്റവും വന്നിട്ടില്ല. ഇക്വേഷൻ എന്താണ്, x⁻9 + 1/9 തന്നെയാണ്. ഞാൻ ഒരു മാറ്റം വരുത്തിയിട്ടില്ല. പക്ഷെ എന്താണ്, ഇങ്ങനെ കാണുമ്പോൾ എനിക്ക് മാറ്റം വരുത്തിയത് തോന്നുമെങ്കിൽ ഇക്വേഷൻ ഒരു മാറ്റവും വന്നിട്ടില്ല. അപ്പൊ ഇതേത് ഫോർമുല മക്കളെ, താഴെ മേലെ പവറുള്ള ഫോർമുല ആണ്. അപ്പൊ എങ്ങനെ എഴുതാം ഇതിനെ, =9/5 into -1/9 into -1/8. ഈവൻ നമ്പർ ആണെങ്കിൽ അത് 1 തന്നെയാണ്. 9/5 into 1 എന്ന് കിട്ടും. എന്താ 9/5, ആൻസർ എന്താ കിട്ടി, 9/5 എന്ന് കിട്ടി. ഇത്രയേ ഉള്ളൂ ഈ ക്വസ്റ്റ്യൻ ഒക്കെ. എന്താണ്, ഒന്നും കൂടി കണ്ടാൽ നിങ്ങൾക്ക് മുന്നത്തെ ക്വസ്റ്റ്യനുമായി വളരെ ബന്ധമുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇതൊക്കെ വേഗം ഒന്ന് മനസ്സിലാക്കി പോവുക, അത്രേ ഉള്ളൂ. നമ്മൾ നേരെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. എടാ, അപ്പൊ നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയടാ, ഇതാ ഇങ്ങനെയാണ്. ലിമിറ്റ് z tends to 1, z⁻⁴ - 1 divided by z⁻⁴ - 1. നോക്കാം, ഇവിടെ z ആണെങ്കിൽ ഇവിടെ z, ഇവിടെ 1 ആണെങ്കിൽ ഇവിടെ 1. ഒരു പ്രശ്നവും എന്താ പ്രശ്നം, ഇതിന്റെ പവർ സെയിം ആക്കണം, ഇതിന്റെ പവർ സെയിം ആക്കണം. അതിപ്പോ ചോദിക്കാനൊന്നുമില്ല, 1ന്റെ ഏത് പവർ 1 ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഷുവർ ആയിട്ട് പെട്ടെന്ന് തന്നെ സെയിം ആക്കി വിടാം. എന്താണ് അപ്പൊ ആൻസർ, ലിമിറ്റ് z tends to 1, ആദ്യത്തെ z ആണ്, 1/3 അതേപോലെ -1 എന്താണ് ⁻⁴. 1/1/3 എന്ന് പറഞ്ഞാൽ 1 ആണ്, മേലെ ഒരു മാറ്റവും ഇല്ല. ഡിവൈഡഡ് ബൈ z⁻⁴ - 1/1/6. 1 ഏത് പവർ എന്താണ്, 1 തന്നെയാണ്, അതുകൊണ്ട് ഇവിടെയും മാറ്റമില്ല. അതിന് ആൻസർ ഏത് ഫോർമുലയിലാണ് വരിക, ഈ ഫോർമുലയിലാണ് വരിക. അപ്പൊ എന്താണ്, 1/3 ഡിവൈഡഡ് ബൈ 1/6 into 1/1/3 - 1/6. ഇത് 1 ആയി പോകും. 1ന്റെ ഏത് പവർ എന്താണ്, 1 തന്നെയാണ്. ഇതെന്തായി പോയി, ഇത് തിരിച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇത് ഇങ്ങോട്ട് കയറും, ഇത് ഇങ്ങോട്ട് കയറും. അപ്പൊ എന്തായി, 6/3 ആണ് ആൻസർ, അതായത് 2 ആണ് ആൻസർ. 2/1 അതായത് 2 ആണ് ആൻസർ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക, ഇത് നമ്മൾ നേരത്തെ ചെയ്ത മോഡലാണ്. ലിമിറ്റ് x → 0, x + 1 7 - 1 divided by x ആണ്. ഇവിടെ x ആണെങ്കിൽ ഇവിടെ x ആണ് വരേണ്ടിയിരുന്നത്, പക്ഷെ x + 1 ആണോ, എന്ത് ചെയ്യും നിങ്ങൾ ചിന്തിച്ചു നോക്കി, എന്താ ചെയ്യാ, സിമ്പിൾ ആയിട്ട് എന്താണ്, ഇതിനെ നമുക്കൊരു മാറ്റം വരുത്താൻ പറ്റില്ല. അപ്പൊ ഇതിനെ തന്നെ നമ്മൾ മാറ്റും. ലിമിറ്റ് x 0ലേക്ക് പോവാണ്, അതിന്റെ കൂടെ ഞാൻ ഒന്നും കൂടി എന്ത് ചെയ്യുക, ആഡ് ചെയ്ത് കൊടുക്കട്ടെ. അപ്പൊ എങ്ങോട്ടേക്ക് പോവാത്, 1ലേക്ക് പോവും. x 0ലേക്ക് പോവാണ്, അതിന്റെ കൂടെ 1 ആഡ് ചെയ്ത് കൊടുത്താൽ x എങ്ങോട്ടേക്ക് പോവാ, 1ലേക്ക് പോവും. ഇപ്പൊ ഇവിടെ x + 1, ആദ്യം തന്നെ x + 1 കിട്ടി, ⁻⁷ മൈനസ് രണ്ടാമത്തത് 1 ആണ്. അപ്പൊ എന്താ, ഇവിടെ 1 ആണ്, പവർ സെയിം ആക്കി കൊടുക്കുക. ഡിവൈഡ് ബൈ പവർ അങ്ങ് കുറച്ച്, പവർ അങ്ങ് ഒഴിവാക്കി എഴുതുക, ധൈര്യമായിട്ട് എഴുതിക്കോ. x + 1 - 1 +1 -1 ക്യാൻസൽ ആയി, അവിടെ x മാത്രമേ ഉണ്ടാവുള്ളൂ. മേലെ നോക്കി എന്താണ് പ്രശ്നം, 1/7 എന്ന് പറഞ്ഞാൽ 1 ആണ്. ഇക്വേഷൻ ഒന്നും ഒരു മാറ്റവും ഇല്ല. ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾ നല്ലോണം ശ്രദ്ധിക്കണം. ഇനി എന്ത് ചെയ്യുക, പുട്ട് എന്താണ്, x + 1 എന്താണ്, y എന്ന് കൊടുക്കുക. x + 1 എന്ത് ചെയ്യുക, y എന്ന് കൊടുക്കുക. അപ്പൊ എന്തായി, ലിമിറ്റ് x + 1 എന്താണ്, y tends to 1, y⁻⁷ - 1/7 divided by y - 1 ആണ്. ഓക്കെ ആണോ? അപ്പൊ ഇതിന്റെ ആൻസർ എന്താ വരും മക്കളെ, നോക്കിയത് ഏത് ഫോർമുലയിലാണ് വന്നിട്ടുള്ളത്, മേലെ കാണുന്ന ഫോർമുലയിൽ. അപ്പൊ എന്താ വരിക, 7 into 1⁻⁷ - 1 = 7 ആണ് ഇതിന്റെ ആൻസർ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നേരെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഈ ഒരു വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് വേണ്ടി ഞാൻ 3 ക്വസ്റ്റ്യൻ ബാക്കി വെച്ചിട്ടുണ്ടാവും. അത് നിങ്ങൾ ചെയ്തിട്ട് എന്ത് ചെയ്യുക, കമന്റ് ബോക്സിലിടാൻ മറക്കരുത്. എന്നാൽ മാത്രമേ എനിക്ക് മനസ്സിലാവുള്ളൂ നിങ്ങൾക്ക് ചെയ്തതെല്ലാം മനസ്സിലായിട്ടുണ്ടെന്ന്. അപ്പൊ എന്ത് ചെയ്യുക, എല്ലാവരും എന്ത് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മക്കളെ, അപ്പൊ നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ ലിമിറ്റ് x → 3, x⁻⁴ - 81 divided by 2x² - 5x - 3 എന്നാണ്. ഇവിടെ നോക്കാം, മേലെ പവറുള്ള രൂപത്തിലും താഴെ ഫാക്ടറൈസ് ചെയ്യാനുള്ള രൂപത്തിലാണ് വന്നിട്ടുള്ളത്. സോ ഇതിന്റെ ആൻസർ നമുക്ക് കണ്ടെത്തേണ്ടത്. എന്താണ് നോക്കിയേ, ഇവിടെ എന്താണ് പ്രശ്നം, ഇവിടുത്തെ വില്ലൻ ആരാ, ഇവിടെ 0 നേരിട്ട് വാല്യൂ കൊടുക്കുകയാണ്. 3⁻4 എന്ന് പറയുമ്പോൾ 81 - 81 divided by എന്താണ്, ഇവിടെ ആൻസർ ചെയ്യുമ്പോൾ 0/0 ഫോമിൽ വരും. അപ്പൊ ഇവിടുത്തെ വില്ലൻ ആരാണ്, x - 3 ആണ് വില്ലൻ. പക്ഷെ മേലത്തെ വില്ലൻ ഇട്ട് കൊടുക്കാൻ പറ്റില്ല നമുക്ക്, കാരണം അവിടെ π/4 ഒക്കെ വന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് അവരെന്ത് ചെയ്യാം, ഈ രൂപത്തിലെങ്കിലും ആക്കി എടുക്കണം. അപ്പൊ എങ്ങനെ പറ്റും നോക്കാം, നമുക്ക് എന്ത് ചെയ്യാം, ലിമിറ്റ് x tends to 3. നോക്ക്, ഇവിടെ x ആണെങ്കിൽ ഇവിടെ x, അതിലൊരു കുഴപ്പമില്ല. അപ്പൊ എന്ത് ചെയ്യാം, നമുക്ക് ഇവിടെ x ഉള്ളതുകൊണ്ട് ഇവിടെ x എഴുതാം. π/4 മൈനസ് ഇവിടെ 3 ആണെങ്കിൽ ഇവിടെ 3 ആയിരുന്നു വരേണ്ടിരുന്നു, അതുകൊണ്ട് 3 ഇട്ടെടുത്തു, സെയിം പവർ ആക്കി. ഡിവൈഡഡ് ബൈ നോക്കിയേ, ഇനി നോക്കിയേ, x⁻⁴ - 3⁻4 എന്താണ്,
എക്സ് റേസ് ടു 4 - 81 തന്നെയല്ലേ, ഒരു മാറ്റവും ഇല്ല മേലെ. ഇനി നോക്ക്, താഴെ ഒരു വില്ലുണ്ടല്ലോ, ആരാണ്? x-3 ഒരു വില്ലുണ്ടല്ലോ. പിന്നെ ആരാണ്? ഇനി ആരൊക്കെ നോക്കണം നിങ്ങൾ? ഇത് ഇങ്ങനെ നോക്കണം, 2x² നോക്കണം, -3 നോക്കണം. 2x² എക്സിനോട് ആരെ മൾട്ടിപ്ലൈ ചെയ്ത് 2x² കിട്ടും, ഒരു 2x മൾട്ടിപ്ലൈ ചെയ്താൽ. -3നോട് ആരെ മൾട്ടിപ്ലൈ ചെയ്താൽ -1 -3 തന്നെ കിട്ടും മക്കളെ, +1 അങ്ങ് മൾട്ടിപ്ലൈ ചെയ്താൽ മതിന്നേ. അപ്പൊ നോക്കുക, ഇനി എന്ത് ചെയ്യാം, ബ്രാക്കറ്റ് അങ്ങ് ക്ലോസ് ചെയ്യാം. നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ, നമ്മളെ ഫോർമുല നോക്കിയേ, x⁻⁴ - 3⁻⁴ ഡിവൈഡഡ് ബൈ എന്താണ്, x-3 വരണം. അപ്പൊ ഇവിടെ ഒരു x-3 ഉണ്ടല്ലോ, എന്താണ് x⁻⁴ - 3⁻⁴ ഡിവൈഡഡ് ബൈ x-3ക്ക് നമുക്കൊരു ആൻസർ അറിയാം, ഇങ്ങനെയാണെന്ന്. കാരണം എന്താ, ഈ പവർ അങ്ങ് ഒഴിവാക്കി എഴുതിയാൽ മതി താഴെ, എന്താണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ എഴുതിക്കൂടെ, ലിമിറ്റ് x → 3 എന്താണ്, x⁻⁴ - 3⁻⁴ ഡിവൈഡ് ബൈ x-3 ഞാൻ ഇവിടെ ഇട്ടു, ഇൻറ്റു ബാക്കിയുള്ളതാരാ 1/2x + 1. അതെന്തുകൊണ്ട് x-3 അങ്ങനെ ഇട്ടത്? ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നമുക്കൊരു ബെനിഫിറ്റ് എന്താ വെച്ചാൽ ഈ ഫോർമുല അങ്ങ് യൂസ് ചെയ്യാം. കാരണം എന്തൊക്കെയാ, മേലെ ആദ്യത്തെ x ആണെങ്കിൽ ആദ്യത്തെ x, രണ്ടാമത്തെ 3 ആണെങ്കിൽ രണ്ടാമത്തെ 3, രണ്ടിന്റെ പവർ സെയിം ആണ്, പവർ ഒഴിവാക്കി എഴുതിയതാണ് താഴത്ത്. അതിനാണെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് ഇനി എന്ത് ചെയ്യാം, മൾട്ടിപ്ലിക്കേഷൻ ആണ് സെന്ററിലെങ്കിൽ അല്ലെങ്കിൽ ലിമിറ്റ് സെപ്പറേറ്റ് ചെയ്യാന്നല്ലേ, ലിമിറ്റും സെപ്പറേറ്റ് ചെയ്ത് കൊടുത്താൽ ലിമിറ്റ് x → 3 x⁻⁴ - 3⁻⁴ ഡിവൈഡ് ബൈ x-3 ഇൻറ്റു ലിമിറ്റ് ഇവിടെയും സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കുക, x → 3 1/2x + 1. ഓക്കെ ആണോ? ഇനി നമുക്ക് നേരിട്ടൊന്ന് വാല്യൂ കൊടുത്തു നോക്കാം. ഇവിടുത്തെ ആൻസർ എന്താണ് വരിക, 4 ഇൻറ്റു, അതായത് എന്താണ്, n ഇൻറ്റു 3⁻⁴ - 1 എന്ന് വരും. 4 ഇൻറ്റു ആര് വരും, 3³ വരും. 3² 9 ആണ്, 9 × 3 27 ആണ്. സോ എന്ത് വരും ഇവിടെ, ഇവിടെ എന്ത് വരും മക്കളെ, 27 വരും. 27 × 4 എന്ന് വരും. ഇവിടെ എന്ത് വരും, ഇവിടെ ഇൻറ്റു, ഇവിടെ 3 ഇട്ട് കൊടുത്ത് നോക്കിയാൽ 1/2 × 3 + 1 എന്ന് വരും. ഇൻറ്റു ഇവിടെ എന്ത് വരും, 1/6 + 1 എന്ന് വരും. ഇൻറ്റു 1/7 എന്ന് വരും. ഓക്കെ ആണോ? 1/7 എന്ന് കിട്ടി. ബാക്കിയുള്ള ആൻസർ എന്താ വരിക, ബാക്കി എന്ത് വരും ഇവിടെ നോക്കിയേ, എന്താണ് 27 × 4 എന്ന് വരും. ഇവിടെ 108/7 എന്ന് വരും. എന്താ ആൻസർ വരിക, 108/7 എന്ന് വരും ആൻസർ. ഓക്കെ ആണോ? 108/7, അല്ലെങ്കിൽ ഞാൻ ഇവിടെ എഴുതുന്നുണ്ട് 108/7 എന്ന് എന്ത് ചെയ്യും ആൻസർ വരും. നിങ്ങൾ ചെയ്ത് നോക്കുക, വീഡിയോയിൽ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നുണ്ട്, ഇല്ലെങ്കിൽ നിങ്ങൾ പറയുന്നൊന്നും മനസ്സിൽ വിചാരിക്കുക. കറക്റ്റ് ഓർത്തെടുക്കുക. 108/7 ആണ് നമ്മൾ ആൻസർ വരിക. എന്താ ചെയ്തെന്ന് കറക്റ്റ് നോക്കുക. ഇത് കുറച്ച് ഡിഫിക്കൽട്ട് ഉണ്ടെന്ന് എനിക്കറിയാം, പക്ഷെ നിങ്ങൾ ചെയ്ത് നോക്കണം, മനസ്സിലായി ഒന്നുകൂടി കണ്ടു നോക്കുക. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് മക്കളെ, ഞാൻ ക്വസ്റ്റ്യൻ ഒന്നുകൂടി ഇങ്ങോട്ട് മാറ്റി എഴുതിയിട്ടുണ്ട്. അതിലെന്താണ്, ലിമിറ്റ് x → -2 x⁻⁵ + 13 ഡിവൈഡ് ബൈ x + 8 ആണ്. തുടക്കത്തിൽ x ആണെങ്കിൽ ഇവിടെ x, ഇവിടെ -2 ആണെങ്കിൽ ഇവിടെ -2 ആണ് വരേണ്ടിയിരുന്നത്. അപ്പൊ ഇങ്ങനെ -2 ആക്കാം. അത് നമ്മൾ എന്ത് ചെയ്യാണ്, ലിമിറ്റ് x → -2. ആദ്യത്തെ x ആണെങ്കിൽ ആദ്യത്തെ എക്സിന്റെ പവർ എഴുതി, കുറച്ച് വിട്ട് എന്ത് എഴുതി, -2 എഴുതി, സെയിം പവർ ആക്കി കൊടുത്തു. അപ്പൊ -2⁵ എന്താണ്, -32 ആണ്. അപ്പൊ എന്താണ്, ഇവിടെ ആൻസർ -32 കിട്ടും. അതിനെ +32 ആക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യാൻ പോകും, അവിടെ ഒരു മൈനസ് കൂടി ഇട്ട് കൊടുക്കാൻ പോവാണ്. -32 എന്ന് പറഞ്ഞാൽ എന്താണ്, +32 ആണ്. ഡിവൈഡ് ബൈ താഴെ ആരുണ്ട്, എക്സ് ഉണ്ട്. ഇതെന്ത് ചെയ്യുക, നിങ്ങൾ പവർ ഒന്ന് മാറ്റി എഴുതി കൊടുത്തേ, അതായത് പവർ ഒന്ന് ഒഴിവാക്കി എഴുതി കൊടുക്കുമ്പോൾ x-2 എന്ന് വരും. അപ്പൊ ഇത് താഴെ ശരിയായില്ലല്ലോ. അപ്പൊ എന്ത് ചെയ്യും നിങ്ങൾ, എന്താണ് ഇവിടെ x -2 അല്ലേടാ. അപ്പൊ എന്ത് ചെയ്യാ, -2ന്റെ ഏത് പവറാണ് 8 വരിക, -2⁵3 ആണല്ലോ, -2⁵3 ആണല്ലോ -8 വരിക. അപ്പൊ എന്താണ്, ഈ മൈനസും കൂടി ചേർന്ന് +8 ആവും. പക്ഷെ അപ്പൊ ഇവിടെ പവർ ഇല്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെയും കൂടി അങ്ങ് പവർ ഇട്ട് കൊടുക്കുക. ഓക്കെ ആണോ? ഇവിടെയും കൂടി എന്ത് ചെയ്യുക, അങ്ങ് പവർ ഇട്ട് കൊടുക്കുക. അപ്പൊ എന്തായി മക്കളെ, ഇത് ഏത് ഫോമിൽ ആയതാ, ആ ഫോമിൽ ആയി എന്തായി, 5/3 ഇൻറ്റു -2⁵5 - 3 എന്നായി. 5/3 ഇൻറ്റു -2 എന്താണ്, 2 ആണ്. അപ്പൊ 20/3 ആണ് ആൻസർ. അതായത് ഇവിടെ 4 ഇട്ടും ആൻസർ 20/3. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നേരത്തെ അവസാനത്തെ ആൻഡ് ലാസ്റ്റ് ഫൈനൽ ക്വസ്റ്റ്യനിലേക്ക് പോകാൻ വേണ്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യും, 3 ഹോംവർക്ക് ക്വസ്റ്റ്യൻ ഉണ്ടാവും. സെയിം മോഡലൊക്കെ തന്നെയാണ്, ചെയ്ത് കമന്റ് ബോക്സിൽ ഇടും. ഓക്കെ എടാ, അപ്പോൾ നമ്മൾ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ ആണ്. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് എന്ത് ചെയ്യും, എൻ്റെ ഭാഗം 3 ഹോംവർക്ക് ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഹോംവർക്ക് ക്വസ്റ്റ്യൻ മനസ്സിലായില്ലെങ്കിൽ അപ്പം തന്നെ നിങ്ങൾ കമന്റ് ബോക്സിൽ ഇടുക. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഷോർട്ട് വീഡിയോ ഇട്ട് അതിൻ്റെ ആൻസർ എന്ത് ചെയ്യാം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു ക്വസ്റ്റ്യൻ പറയാൻ ഏറ്റവും സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്. ലിമിറ്റ് x → x⁻⁴ - 2⁻⁴ ഡിവൈഡ് ബൈ x-2 എന്ന് പറയുമ്പോൾ 18 ആണ്. ആൻസർ വരെ തന്നിട്ടുണ്ട്. എന്നിട്ട് n കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. വളരെ എളുപ്പമാണ്. നിങ്ങൾ നോക്കിയേ, ഇതിന്റെ ഈ ഒരു മോഡൽ വന്നു കഴിഞ്ഞാൽ അതിന്റെ ആൻസർ എങ്ങനെ വരിക, n × a⁻n - 1 അല്ലേ. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ത് ഈ ഒരു സാധനം എഴുതി, ലിമിറ്റ് x → 2 x⁻n - 2⁻n ഡിവൈഡ് ബൈ x-2 ആണല്ലോ. ഇതിന്റെ ആൻസർ നമ്മൾ എങ്ങനെ എഴുതുക, എഴുതുമ്പോൾ എങ്ങനെ എഴുതും, n
n ഇൻറ്റു എന്ത് എഴുതും n ഇൻറ്റു a ആരാ 2n-1. അത് എത്രയാണ് തന്നിട്ടുണ്ട് അവര് 18 ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ ആണോ? ഇതിന്റെ ആൻസർ നമ്മൾ നോർമലായിട്ട് എഴുതുമ്പോൾ ഇങ്ങനെ എഴുതും. എന്നിട്ട് എന്താണ് അവർ ആൻസർ തന്നിട്ടുണ്ട് 18 ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ ആണോ? ഇനി നിങ്ങൾക്ക് അറിയാലോ 2a⁻m ഇൻറ്റു a⁻n എന്ന് പറഞ്ഞാൽ എന്താടാ a⁻m+n ആണല്ലോ. അതറിയാലോ. അങ്ങനെയാണെങ്കിൽ ഇതിനൊന്ന് സ്പ്ലിറ്റ് ചെയ്തിരിക്കേ. ഇതിപ്പോ ഞാൻ ചോദിക്കട്ടെ 2n-1 നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം 2n ഇൻറ്റു 2 എന്ന് എഴുതിക്കൂടെ? 2n-1 എഴുതാം. 2n ഇൻറ്റു 2 എന്താണ് 2n ഇൻറ്റു 2 എന്ന് എഴുതിക്കൂടെ? അപ്പൊ ഞാൻ ഇതിന് n ഇൻറ്റു 2n ഇൻറ്റു 2 എന്ന് എഴുതി. ഇനി നിങ്ങൾക്ക് അറിയാലോ x⁻1 എന്ന് പറഞ്ഞാൽ എന്താണ് 1/x ആണ്. x⁻1 എന്ന് പറഞ്ഞാൽ എന്താണ് 1/x ആണ്. അതെല്ലാവർക്കും അറിയാവുന്നതാണ്. പവർ -1 താഴേക്ക് ഇടാൻ പറ്റും. അപ്പൊ എന്താണ് n ഇൻറ്റു 2n എന്ന് പറഞ്ഞാൽ എന്താണ് പവർ -1 ഒന്നുകൂടി ഇങ്ങോട്ട് വരുമ്പോൾ 2 ആയി മാറും. ഓക്കെ ആണോ? അപ്പൊ ഞാൻ 1 കാണിക്കുന്നില്ല. എന്താണ് മൈനസ് മാറി പ്ലസ് ആവുമെന്ന് മാത്രം ഓർത്ത് വെക്കുക. അതെന്താണ് 80 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ആണോ? ഇനി എന്ത് ചെയ്യുക? ഈ 2 അങ്ങോട്ട് പോകുമ്പോൾ ഈക്വലിന് അപ്പുറത്ത് പോകുമ്പോൾ ഡിവിഷൻ എന്താവും? മൾട്ടിപ്ലിക്കേഷൻ ആവും. n ഇൻറ്റു 2n എന്തായി മാറിയത് 18 ഇൻറ്റു 2 ആയി. അതെന്താണ്? ബാക്കി നോക്കാം. എന്താണ് n ഇൻറ്റു 2n എന്തായി മാറി 116 ആയി. ഇനി നിങ്ങൾ എന്ത് ചെയ്യണം? ഇതിനൊന്ന് ഫാക്ടറൈസ് ചെയ്യണം. എങ്ങനെയാ ഫാക്ടറൈസ് ചെയ്യുക? 116 എങ്ങനെ ഫാക്ടറൈസ് ചെയ്യാം? 116 ആദ്യം 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ എന്ത് കിട്ടി? 18 കിട്ടി. ഈ 18നെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ എന്ത് കിട്ടി? നമുക്ക് 14 കിട്ടും. 14നെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ എന്ത് കിട്ടും? 20 കിട്ടി. 20നെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. പരമാവധി 2 കൊണ്ട് ഞാൻ ഡിവൈഡ് ചെയ്ത് കൊണ്ടുവരാം. 10 കിട്ടും. 10നെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ എന്ത് കിട്ടി? 5 കിട്ടി. ഇനി 5നെ ആകെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത് 5നെ കൊണ്ടാണ്. അപ്പൊ എന്ത് കിട്ടും? 1 കിട്ടും. അപ്പൊ ഇതിന്റെ ആൻസറിൽ എന്തൊക്കെയുണ്ട്? അപ്പൊ നമുക്ക് മനസ്സിലായി n ഇൻറ്റു 2n ഇതിന്റെ ആൻസറിൽ എന്തൊക്കെയുണ്ട് മക്കളെ? ഒരു 5 ഉണ്ട്. അപ്പൊ 5 ഇൻറ്റു എത്ര 2 ഉണ്ട്? 1 2 3 4 5 2⁵ എന്ന് പറഞ്ഞൂടെ? അപ്പൊ ഇതിൽ n ആരാ മക്കളെ? n-ന്റെ സ്ഥാനത്ത് എല്ലാം 5 ആണ്. therefore n is equal to 5. കാൽക്കുലേറ്റർ കുത്തി അവസാനം ചെയ്താൽ മതി. n-ന്റെ വാല്യൂ ഒന്ന് കണ്ടുപിടിച്ചാൽ മതി. ഇങ്ങനെ കണ്ടുപിടിക്കുന്നതാണ് നമ്മുടെ യഥാർത്ഥ രീതി എന്ന് പറയുന്നത്. ഞാൻ എന്ത് ചെയ്യാം? ഹോംവർക്ക് ക്വസ്റ്റ്യൻ ഇട്ട് തരാം. മനസ്സിലായാലും എന്ത് ചെയ്യും? ഒന്നുകൂടി കാണും. ഇവിടെ ഒരു ചെറിയൊരു കൺഫ്യൂഷൻ വരിക. എന്താ വെച്ചാൽ 2n-1 നമ്മൾ 2n ഇൻറ്റു 2 എഴുതാം ഈ ഒരു ഫോർമുല പ്രകാരം. അതുപോലെ തന്നെ അത് കൂടാതെ x⁻1 എന്ന് പറയുമ്പോൾ 1/x ആണ്. അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞിരുന്നാൽ മാത്രമേ ഈ ഒരു ഭാഗത്ത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാം? ഹോംവർക്ക് ക്വസ്റ്റ്യനും കൂടി ഇട്ടിട്ട് നമുക്ക് ബൈ പറയാം. സോ നെക്സ്റ്റ് എടാ അപ്പോൾ നമ്മളെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഹോംവർക്ക് ക്വസ്റ്റ്യൻ ആയിട്ടാണ് നോക്കുക. ഈ 3 ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് വേണ്ടി തന്നിട്ടുള്ളത്. അപ്പോൾ എന്ത് ചെയ്യുക? എല്ലാവരും ഒന്ന് എഴുതിയെടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? ആൻസർ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. എന്ത് ചെയ്യുക? ആൻസർ കിട്ടിയിട്ടില്ലെങ്കിൽ അതും കൂടി കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാം? ആ ആൻസർ ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്യാം. എല്ലാത്തിനും ആൻസർ വേണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യുക? കമൻറ്റ് ബോക്സിൽ ഇട്ട് വെക്കുകയും ചെയ്യാം. നിങ്ങളൊന്ന് വന്ന് ചെക്ക് ചെയ്യുക. എന്ത് ചെയ്യുക? ആൻസർ കിട്ടിയവർ എന്ത് ചെയ്യുക? യെസ് ഒന്ന് കമൻറ്റ് ചെയ്യുക. സോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ഈ നോമ്പൊക്കെ നോട്ട് ക്ലാസ് എടുക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ എൻ്റെ ക്ലാസ് കാണാൻ വന്നിരിക്കേണ്ടതെന്ന് അറിയാം. വളരെ സന്തോഷമുണ്ട്. സോ ഇത്രയേ ഉള്ളൂ. ബൈ.